ഇനി കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. അവിടെ പാളയം നോർത്ത് റോഡിലുള്ള ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ഹോസ്റ്റലിലെ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടികളെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാളയം നോർത്ത് റോഡിലുള്ള കോഡ് വുമൻസ് ഹോസ്റ്റലിലെ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഉച്ചഭക്ഷണവും വൈകുന്നേരം സ്നാക്സും കഴിച്ചതിന് പിന്നാലെ പലർക്കും ബുദ്ധിമുട്ടുകളുണ്ടായി. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതോടെ 30ഓളം വിദ്യാർത്ഥികളാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇന്നലെ വൈകിട്ട് കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ് കഴിച്ചപ്പോൾ എനിക്ക് പ്രോബ്ലമായ, പക്ഷെ കുറേ പേർക്ക് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പ്രോബ്ലമായ വയറുവേദന. അപ്പം തന്നെ വോമിറ്റിംഗ് ആണ് ഫീലിംഗ് വരുന്നത്. നമുക്ക് വയറൊരുമാതിരി എന്തോ പറ്റിയ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, തളർന്നു പോവാണ് നമ്മൾ. രാവിലെ മെസ്സിൽ നിന്നും നൽകിയ പ്രഭാത ഭക്ഷണത്തിൽ പ്രാണിയെ കണ്ടെത്തിയിരുന്നു. നേരത്തെയും പലതവണ ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. റീസെൻ്റ്ലി ആണ് ഫുഡിൽ പുഴു കിട്ടുക, പിന്നെ ഇന്നലത്തെ ചെറുപയറും പാറ്റ് കിട്ടുക. ഇതൊക്കെ നമ്മളിങ്ങനെ കഴിക്കുക. ഫുഡല്ലേ, നമ്മൾ മനുഷ്യരല്ലേ. 2 തവണ ഫുഡ് സേഫ്റ്റിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വാണിംഗ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേർക്ക് വയ്യാണ്ടായിട്ട്, അതായത് എല്ലാവരും, ഇപ്പം ഞാൻ ഇവിടെ താഴെ നിൽക്കുന്ന സമയത്ത് ഒരു 6 പേര് ഓട്ടോയിൽ കയറിയിട്ട് വോമിറ്റിംഗ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവരെ കാണിച്ചു വരുന്ന ഓട്ടോയിൽ തന്നെ വീണ്ടും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. വൃത്തിയില്ലാത്ത ഭക്ഷണം നൽകി കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെതിരെ കുട്ടികളുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആഹാരത്തിൽ പുഴുവിനെ കണ്ടെത്തിയതിൽ മുൻപും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന നേരിട്ട ഹോസ്റ്റലാണിത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.